ഏയ് പെട്ടെന്ന് അയാൾ വന്നിട്ടെ എന്റെ അടുത്ത് സൂപ്പർ ഗേൾസ് അല്ലെന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞാൻ രോമാഞ്ചിക്ക് പോയി. അതെന്തോ രോമാഞ്ചിക്ക്? ഒന്നാമത്തെ നമ്മൾ കളിക്കുന്ന സൂപ്പർ ഗേൾസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ വന്ന് ചോദിച്ച സമയത്ത് എന്റെ രോമൊക്കെ ഇങ്ങനെ പൊങ്ങി ഒന്നുമല്ല തോന്നിയടി. അല്ല, നമ്മള് സൂപ്പർ ഗേൾസ് ആണെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം? അത് തന്നെ ഞാനും ആലോചിച്ച, അയാൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് തോന്നുന്നതേ എന്തോ വലിയ പണി നമുക്ക് വരാൻ പോകുന്നുണ്ടാ. എന്ത് പണിയടി? എടി, ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറിട്ട് വന്നത്, ആണോ? അത് ശരിയാ. ആ, അതുകൊണ്ട് നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേരിട്ടാ പോരെ. ആര് ചെയ്യാൻ അങ്ങനെയൊക്കെ? എനിക്കൊരാളുടെ ഡൗട്ട് ഉണ്ട്. ആരെടി? ആ പാപ്പുനെ തന്നെ. നമ്മൾ സൂപ്പർ ഗേൾസ് ആണെന്ന് അവക്കറിയാം. അതുകൊണ്ട് അവൾ എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്തിട്ട് തന്നെ നമ്മുടെ പേരിൽ ഇട്ടാ പോരെ, തീർന്നില്ലേ പ്രശ്നം? അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? ആ, ചാൻസ് ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ കയ്യോടെ പൊക്കണോടി, എന്നിട്ട് അവളെ മൂക്കിനിട്ട് കൊടുക്കണം. അവളെ ഫ്രണ്ടിലൊന്ന് ചോദിക്കണം, എന്ത് നീയാണോടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. എന്നിട്ട് അതിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ചോദിക്കാനും പറയാനും ഇരിക്കാനും ഒക്കെ? തെളിവല്ലേ? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നീയേ നൈസായിട്ട് ആ പാറുവിന്റെ റൂമില്ലേ, അതിന്റെ ഉള്ളിലൊരു അലമാരി ഇല്ലേ, അതിന്റെ അകത്ത് കയറിയിരിക്കണം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ പേരെന്താണ്? പാപ്പു. ആ, പാപ്പു നൈസായിട്ട് റൂമിൽ വരുന്നു. അപ്പൊ പാപ്പുവിന്റെ അടുത്ത് നമുക്കത് കുത്തി കുത്തി ചോദിക്കണം, ഈ കാര്യങ്ങളൊക്കെ കൂടെ റിലേറ്റ് ചെയ്തിട്ട്. അവൾ അപ്പ സത്യമൊന്നും പറയത്തില്ല, പക്ഷെ നമ്മൾ ഞാൻ പോയിന്ന് വിചാരിക്കുമ്പോ അവള് സ്വയം ഇരുന്ന സത്യം പറയും. അവളുടെ സ്വഭാവം അനുസരിച്ചത് അങ്ങനെയാണ്. എന്നിട്ട് അപ്പൊ നീ ആ ഗ്യാപ്പില് അത് തുറന്ന് പുറത്ത് വന്ന് കൈയോടുകൂടി പിടിക്കുക. അവളുടെ അടുത്ത് നേരിട്ട് ചോദിക്കല്ലേ? എന്നിട്ട് മുഖത്തൊക്കെ ചോദിക്കാലോ, എടി ഇത് നീയല്ലേ എടി ചെയ്തേന്ന്.